റഷ്യയും ഇറാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉക്രൈൻ റഷ്യക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമ്പോഴും ശക്തമായൊരു തിരിച്ചടി നൽകാൻ എന്തുകൊണ്ട് റഷ്യക്ക് സാധിക്കുന്നില്ല? എന്നാൽ ഇറാൻ ആവട്ടെ, ഇറാനെതിരെ ഇസ്രയേൽ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ലോകത്ത് ഏത് രാഷ്ട്രമാണെങ്കിലും അവരെ വരയിൽ നിർത്താൻ ഇറാന് സാധിക്കുന്നു. എന്തുകൊണ്ട്? ഇത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്ന്, ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയാണ്. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്ക് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥിതി ഇതിനെ പിടിച്ചു വെക്കാൻ പോലും ഇറാന്റെ ഹോർമുസ് കടലിടുക്ക് മുഖേന സാധ്യമാകും. എന്നാൽ അത് മാത്രമല്ല ഇറാന്റെ പ്രത്യേകത, റഷ്യക്കില്ലാത്ത, ചൈനക്കില്ലാത്ത, ലോകത്തെ ഒരുവിധം രാഷ്ട്രങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകമായ സംവിധാനം ഇറാനുണ്ട്. അതെന്താണ്? അവരുടെ പ്രധാനപ്പെട്ട മിസൈൽ ഇൻഡസ്ട്രികൾ, അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതോടൊപ്പം അവരുടെ ആയുധ ശേഖരങ്ങൾ, ഇതിനെ തൊടാൻ ഒരു രാഷ്ട്രത്തിനും സാധിക്കുകയില്ല. അത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും എന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ വൻകിട ശക്തികളുടെ ഏറ്റവും വലിയ വജ്രായുധം ഉപയോഗിച്ചാലും ഇറാന്റെ ഇത്തരം ഫെസിലിറ്റികൾ തകർക്കാൻ കഴിയില്ല. കാരണം ഇന്ന് ലോകം കണ്ടുപിടിച്ച ഏറ്റവും വലിയ പെനട്രേറ്റ് സൗകര്യമുള്ള ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അതിശക്തമായ ആഴങ്ങളിലാണ്, വലിയ പാറകൾക്കുള്ളിലാണ് അവരുടെ ഇത്തരം സംവിധാനങ്ങൾ ഇറാൻ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷമല്ല 2 വർഷം മിസൈൽ ആക്രമണം നടത്തിയാലും അറ്റാക്ക് നടത്തിയാലും ഇറാന്റെ ഇത്തരത്തിലുള്ള ഡിഫൻസ് സംവിധാനങ്ങളെ തൊടാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 2 വർഷം ആക്രമണം നടത്തിയാൽ തിരിച്ചടി ഇറാനിൽ നിന്ന് 2 വർഷവും അതിശക്തമായിരിക്കും. എന്നാൽ ഇറാനിൽ നിന്നുണ്ടാകുന്ന ഈ തിരിച്ചടികൾ അതൊരിക്കലും തന്നെ പൊറുപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഈ രാഷ്ട്രങ്ങൾക്ക് കഴിയില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിൽ ഒന്നും സംഭവിക്കുകയില്ല. അതേസമയം ഈ ദീർഘകാലം ഇറാൻ അവരുടെ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ മുഴുവൻ മിസൈൽ സംവിധാനങ്ങളും തകർക്കാൻ ഇറാന് സാധിക്കും. അതാണ് ഇറാൻ ഉണ്ടാക്കി വെച്ച യുദ്ധ രീതികൾ, യുദ്ധത്തിനുള്ള പദ്ധതികൾ. കാരണം ഈ യുദ്ധമെല്ലാം ഇറാൻ വളരെ കാലം മുൻപേ മുൻകൂട്ടി കണ്ടതാണ്. അതുകൊണ്ട് ശത്രുവിനെ ആക്രമിക്കണം, എന്നാൽ ശത്രുവിന്റെ ആക്രമണത്തിൽ തങ്ങളുടെ ഡിഫൻസ് സിസ്റ്റങ്ങൾ തകരാൻ പാടില്ല. അതിനുവേണ്ടി അവർ സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതെല്ലാം. ഇത് തന്നെയാണ് ഹിസ്ബുള്ളയാണെങ്കിലും അതുപോലെ ഹമാസ് ആണെങ്കിലും ഇവരെല്ലാം ഈ ഒരു നീക്കമാണ് പയറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 വർഷത്തിലധികം ഒരു ചെറിയ ഗ്രാമത്തിന് അത്രമാത്രം വലിപ്പമുള്ള ഗസയിൽ ഇസ്രയേലിന്റെ സൈന്യങ്ങൾ ഇഴഞ്ഞു നീങ്ങുമ്പോഴും അവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. അതും ഒരു ഡീലിലൂടെ പരിഹരിക്കാൻ മാത്രമേ ഇറാൻ സാധിച്ചിട്ടുള്ളൂ. ലെബനാന്റെ കാര്യം വ്യത്യസ്തമല്ല. എന്നാൽ ഇറാന്റെ കാര്യം അതിനും അപ്പുറമാണ്. ഇവിടെയാണ് ഇറാനും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളും വ്യത്യസ്തമാകുന്നത്. ചൈനയാണെങ്കിലും റഷ്യയാണെങ്കിലും ഒക്കെ അവരുടെ ഇത്തരത്തിലുള്ള ഡിഫൻസ് ഇൻഡസ്ട്രികൾ അതെല്ലാം ഭൂമിക്ക് ഉപരിതലങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഡ്രോൺ ആക്രമണങ്ങളിലൂടെ അതിനെ തകർക്കാൻ കഴിയും. അതാണിപ്പോൾ റഷ്യക്ക് സംഭവിക്കുന്നത്. റഷ്യയുടെ പെട്രോ കെമിക്കൽ യൂണിറ്റുകൾക്ക് നേരെ ഉക്രൈൻ ആക്രമണം നടത്തി. എന്നാൽ അതിലപ്പുറം ഇപ്പോൾ അവരുടെ മിസൈൽ ഇൻഡസ്ട്രികളിൽ ആക്രമണം നടത്തിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നത്. വലിയ രൂപത്തിലുള്ള എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനോട് റഷ്യ വലിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായും പ്രതികരിക്കാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, റഷ്യ പറയുന്നത് ഈ വർഷത്തിന്റെ ആദ്യ ഭാഗം, ഈ 6 മാസത്തിനിടയിൽ തന്നെ ഏകദേശം 63,000 ഡ്രോണുകളാണ് ഉക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ ഏകദേശം വലിയൊരു ഭാഗവും ഈ റഷ്യ തകർത്തിട്ടുണ്ട്. ഏകദേശം റഷ്യ പറയുന്നത് ഈ ജൂൺ മാസത്തിൽ ഒരു ദിവസം 600 ഡ്രോണുകളെങ്കിലും റഷ്യയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തെയും ഇറാന് ഭയപ്പെടാനില്ല. കാരണം അവരുടെ ഏത് ആക്രമണം നടത്തിയാലും ഡിഫൻസ് ഒരു തകരാറും സംഭവിക്കുകയില്ല. എത്ര കാലം നീണ്ടു നിന്നാലും അവർ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള കഴിവ് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള വ്യത്യാസം.